മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിയമപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതായത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ത്രീകൾ മദ്യപിക്കുന്നതും ഈ ഒരുപാട് ബോട്ടിൽസൊക്കെ വരുന്നതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഒന്നും എഴുതിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെറിയ ചെറിയ കേസുകൾ തുടക്കത്തിലൊക്കെ ഉണ്ടായത്. അതൊക്കെ വലിയ ഇഷ്യൂ ഇല്ലാതെ അങ്ങ് പോയി. പക്ഷേ അച്ഛനും ഉമ്മയും മരിച്ചു പോയ ആൾക്കാർ പിന്നെ കല്ലറയിലിരുന്ന് മദ്യം കഴിക്കുന്നതിൻ്റെ ചിത്രമൊക്കെ ഗ്രൂപ്പിൽ വരാൻ തുടങ്ങി. പിന്നെ ഇപ്പം ഒരു കള്ള് ഷാപ്പിൽ പോയി, ഇപ്പം മിക്കവാറും ഉള്ള കള്ള് ഷാപ്പൊക്കെ ഫാമിലി കള്ള് ഷാപ്പാണ്. അപ്പോൾ അവിടെ കൊച്ചുകുട്ടികളും എല്ലാം ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കൊച്ചുകുട്ടികളുടെ കൂടെ ഇരുന്ന് മദ്യപാനം പാടില്ല. അവർ ഫ്യൂച്ചറിൽ ഇത് കണ്ട് വളർന്നിട്ട് അവർ മദ്യപിക്കാൻ പ്ലാൻ ചെയ്താലോ എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അത് നിയമപരമായി അത് കറക്റ്റല്ല. അപ്പോൾ ഇത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഈ വരുന്ന പോസ്റ്റുകളെല്ലാം നമ്മളിത് അപ്രൂവ് ചെയ്ത് വിട്ടുകൊണ്ടിരുന്നു. 2018 നമ്മൾ ഒരു ഈ കൂട്ടായ്മയിൽ, ഇത്രയും വലിയ കൂട്ടായ്മയല്ലേ, നമുക്ക് കുറച്ച് തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് ഒരിടത്ത് കൂടിയാലോ എന്ന് ഒരു പ്ലാൻ. അങ്ങനെ വൈറ്റ് ഡാമർ എന്ന് പറഞ്ഞിട്ടൊരു ബാർ ഹോട്ടലിലെ ഒരു ഹാളിൽ, ബാറിനകത്തല്ല ഹാളിൽ വെച്ച് നമ്മളെല്ലാം ഒരു ഗെറ്റ് ടുഗദർ നടത്തി. അപ്പോൾ അതിൽ ഒബിയസ്ലി മദ്യം ഉണ്ടായിരുന്നു. അതിലാണ് കേസ് എടുത്തത്. ആ കേസിനോടൊപ്പം തന്നെ കൊച്ചുകുട്ടികളുടെ കൂടെ ഇരുന്ന് മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റേ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കേസ്, നാർക്കോട്ടിക്സ് എന്ന് വേണ്ട ഒരു 10-11ഓളം കേസ് അങ്ങനെ വന്നപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഗ്രൂപ്പിൽ ഞാൻ മാത്രമല്ല, അഡ്മിൻ പാനലിൽ 25 ആൾക്കാരുണ്ടല്ലോ വേൾഡ് വൈഡായിട്ട്. അവരൊക്കെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ചെയ്തു. കാര്യം അവരെ പിടിക്കപ്പെടും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ പറ്റില്ലല്ലോ. ഞാനും വൈഫും ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പാനലിലുണ്ടായിരുന്നതാണ്, അഡ്മിനാണ്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും എതിരെ കേസായിപ്പോയി. അപ്പോൾ ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ പറ്റിയില്ല. ഒരു 5 മാസത്തോളം ഒളിവിൽ താമസിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ കുഞ്ഞിന് 4 വയസ്സായിരുന്നു. കുഞ്ഞിനെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോയത്. ഞങ്ങൾ കരുതി 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ 5 മാസം കൊച്ചിനെ കാണാനും പറ്റിയില്ല. ഒരുപാട് പെടാപ്പാട് വിട്ടു. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഞാനും വൈഫും കൂടെ ഒരുപാട് ദിവസം ആഹാരമില്ലാതെയൊക്കെ പട്ടിണി കിടന്നു. റെയിൽവേ സ്റ്റേഷൻ ലഗേജ് പോലും ഇല്ലല്ലോ, ഡ്രസ്സൊന്നുമില്ല. പിറ്റേന്ന് ഇങ്ങനെ വരാമെന്ന് വിചാരിച്ച് പോയത് കാരണം നമ്മുടെ വൈഫിൻ്റെ ഷോളിലൊക്കെ ഞാനും വൈഫും കൂടെ 3 ദിവസം റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് കിടന്നിട്ടുണ്ട്. ആഹാരം ഇല്ലാതെ വെള്ളമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടി ഒരുപാട്.